ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. കാട്ടാന ഇറങ്ങിയ പ്രദേശം സന്ദർശിക്കാനെത്തിയ DFOയുടെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് സംഘവുമായും ഭരണസമിതിയുമായും തട്ടിക്കയറി ജനം. ഒരു ലൈറ്റ് പോലും അവിടെ ഇല്ല. പഞ്ചായത്ത് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ മെമ്പർക്ക് അറിയാലോ. അവിടെ വെല്ലുവിട്ടുണ്ടോ ഈ മെമ്പറോട് അതിന്റെ നിങ്ങൾ വൈസ് പ്രസിഡന്റ് അല്ലേ? വൈസ് പ്രസിഡന്റ് അല്ലേ? എന്ത് ചെയ്തേക്കണേ? ഒന്നും ഇന്നലെ മെമ്പർ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ആറ്റൂർ മണലാടി പ്രദേശങ്ങളിൽ DFOയുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് അധികൃതരും മുള്ളൂർക്കര പഞ്ചായത്ത് അധികൃതരും സന്ദർശനം നടത്തി. വികാരാധീനരായ ജനം അധികൃതരോട് രോഷാകുലരായി. വനമേഖലയോട് ചേർന്നു കിടക്കുന്ന നാട്ടുവഴികളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാത്ത പഞ്ചായത്തിന്റെ അനാസ്ഥക്കെതിരെയാണ് ജനരോഷം ആളിപ്പടർന്നത്. കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തിയാൽ വാഴാനി വനം സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മായന്നൂർ സ്റ്റേഷനിലേക്ക് വിളിക്കാനും മായന്നൂർക്ക് വിളിച്ചാൽ വാഴാനിയിലേക്ക് വിളിക്കാനും പറയുന്നതായി നാട്ടുകാർ DFOയോട് പരാതി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യുവതിയെയും ഒരു ഇരുചക്ര വാഹന യാത്രികനെയും മറ്റൊരു യുവാവിനെയും കാട്ടാനയോടിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഉന്നത വനം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയത്. 3.9 പാസ്സായി കഴിഞ്ഞാൽ ആ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റില്ല സാർ. അപ്പോൾ പരമാവധി പെട്ടെന്ന് ഇതാക്കാവുന്ന രീതിയിൽ ചെയ്യാം സാർ. ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കമ്പി വാങ്ങിച്ചിട്ട് മരത്തിൽ തന്നെ ഇൻസുലേറ്റർ ഉപയോഗിച്ചിട്ട് കെട്ടി. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് കമ്പി ഉണ്ട് സാർ, മറ്റേ ഇതിലിടാനായിട്ട്. അത് നമ്മൾ മരത്തിൽ കെട്ടിയിട്ട് ഇൻസുലേറ്റർ ഇട്ടിട്ട് ബാറ്ററി വെച്ചിട്ട് ചാർജ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഇതെത്ര നമ്മൾ പെട്രോളിങ് ചെയ്താലും ആ ഒരു ഗ്യാപ്പിൽ ഈ സാധനം ഇറങ്ങും. രണ്ട് മോഴയും ഒരു കൊമ്പനാണ് വരുന്നത്. അത് മാത്രമാണ് അത് ഈ ഉള്ളതിൽ ഈ 5 എണ്ണമാണ് ക്രോപ്പ് റൈഡേഴ്സ് ഉള്ളത്. അപ്പം അത് നമുക്ക് പരമാവധി അത് ശീലിച്ചു പോയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ലത്. റൂട്ട് അത് മാത്രമല്ല, മഴ കഴിയുമ്പോഴേക്കേ കുറച്ചുകൂടി ശക്തമാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പരമാവധി ശ്രമിക്കുക സാറേ. ഇപ്പം ഞാൻ നോക്കണേ, വേറെ ഒന്നും നോക്കണ്ട. നമുക്ക് ആ ഫെൻസിങ്ങിന് ഇപ്പോൾ 1.5 കിലോമീറ്റർ അതിനുശേഷമുള്ളത് നമ്മളുടെ ഈ അടുത്ത വർഷത്തെ സാങ്ഷനായിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ 1-2 വർഷം കഴിയും. അതുവരെ അത് സാങ്ഷൻ സാർ, അത് പെട്ടെന്ന് ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അല്ല, അത് ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് ആക്കി തരണം. RTB വേണ്ടി ഇത് അവിടെ പോയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇതൊക്കെ വരണ്ടേ? അല്ല, അത് ഫണ്ടുള്ളതാണ് സാർ ഓൾറെഡി. ഇല്ല, അത് വേറെ, അത് കഴിഞ്ഞ വർഷം 24-25. മറ്റേത് കൊടുത്തേക്കുന്ന 25-26 വളരെ കുറച്ചേ ഉള്ളൂ. 4.3 1.9 ഉള്ളൂ. അത് വളരെ കുറച്ചേ ഉള്ളൂ. മറ്റേ കിട്ടിയാൽ നമ്മുടെ പ്രശ്നം. മറ്റേത് ഓൾറെഡി സാങ്ഷനാണ്, എല്ലാം ചെയ്തു, എല്ലാം ടെൻഡറും ചെയ്തു. അതിലൊന്നും ഇല്ല. ഇപ്പൊ മറ്റേത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സാധനം ഇപ്പൊ കൊടുത്തിട്ടേ ഉള്ളൂ. അത് സാങ്ഷനായിട്ടൊക്കെ വരണം. അതേസമയം കഴിഞ്ഞ രാത്രിയിൽ പ്രദേശവാസികൾ റോഡ് ഉപരോധിക്കുകയും DFO സ്ഥലം സന്ദർശിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഉന്നത സംഘം സ്ഥലം സന്ദർശിക്കാനെത്തുന്ന വിവരം ഒരു വിഭാഗം ആളുകളെ അറിയിച്ചില്ലെന്നും പറഞ്ഞ അല്പനേരം വാക്കേറ്റം നടന്നു. പീച്ചിയിൽ നിന്നും മറ്റും വലിയ തോതിൽ വനം വകുപ്പ് ജീവനക്കാരെ സ്ഥലത്തെത്തിച്ച് ഒരു തിങ്കളാഴ്ചയോ മറ്റോ കാട്ടാനകളെ ഉൾവനത്തിലേക്ക് കയറ്റിവിടാൻ ആവശ്യമായ മാസ് ഡ്രൈവ് നടത്തുന്നതിനെക്കുറിച്ച് DFO കീഴുദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അടിയന്തരമായി വനം വകുപ്പിന്റെ കയ്യിലുള്ള കമ്പികൾ ഉപയോഗിച്ച് നിരന്തരം കാട്ടാനകൾ ഇറങ്ങുന്ന മേഖലകളിൽ താൽക്കാലിക വൈദ്യുത വേലികൾ സ്ഥാപിക്കാനും DFO നിർദ്ദേശം നൽകി. വഴിവിളക്കുകൾ ഇല്ലാത്തയിടങ്ങളിൽ അടിയന്തരമായി വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് ജനങ്ങൾക്ക് ഉറപ്പു നൽകി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പാതയിൽ ഇവിടെ കാട്ടാനയുടെ സാന്നിധ്യമുള്ള സ്ഥലം എന്നെഴുതിയ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഒരു മോഴയും 2 കൊമ്പനാനകളും 2 പെടിയാനകളും ഉൾപ്പെടുന്ന 5 അംഗ കാട്ടാന സംഘമാണ് നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതയ്ക്കുന്നതെന്നാണ് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം നിരന്തര പ്രശ്നക്കാരനായ വാഴക്കൊമ്പനെ മയക്കുവെടിവെച്ച് പിടികൂടി ഉൾവനത്തിൽ വിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCV ന്യൂസ്, ചേലക്കര.